ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ 7th ചാപ്റ്ററായ നോൺ മെറ്റൽസ് എന്നുള്ളതിലെ ഓക്സിജനും നൈട്രജനും രണ്ട് നോൺ മെറ്റൽസിനെ പറ്റിയാണ്. അപ്പോൾ ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മുന്നേയുള്ള വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നൈട്രജൻ വാതകത്തെ പറ്റിയാണ്. അപ്പോൾ നൈട്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ അബണ്ടൻ്റ് ആയിട്ട്, അതായത് വളരെയധികം കാണപ്പെടുന്ന ഒരു വാതകം, ഒരു ഗ്യാസാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ മെറ്റലാണ് എന്തെന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും, അതായത് എല്ലാ ലിവിങ് ബീങ്സിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നോൺ മെറ്റൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അലോഹമാണ് ഇതെന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന്, ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇത് നൈട്രജൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ സ്വീകരിക്കുന്ന പോലെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഗതികളിൽ, അതായത് സാധാരണ കണ്ടീഷനുകളിൽ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുകളിൽ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ സ്വഭാവങ്ങളുള്ള, അല്ലെങ്കിൽ നിഷ്ക്രിയ വാതകങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളോട് അവിടെ ചോദിച്ചിട്ടുണ്ട്, അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഈസ് ഇനേർട്ട്, റൈറ്റ് ഡൗൺ ദി റീസൺ. അതായത് സാധാരണ കാലാവസ്ഥകളിൽ അന്തരീക്ഷ നൈട്രജൻ നിഷ്ക്രിയമാവുന്നതിൻ്റെ കാരണം എന്താണ്, അത് കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? നമുക്കറിയാം, നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്, ഡയാറ്റോമിക് തന്മാത്രയാണ് അല്ലേ. അപ്പോൾ നൈട്രജൻ മറ്റൊരു നൈട്രജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് ത്രിബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രിബന്ധനം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ബോണ്ടാണ്. ഓക്കെ, വളരെ ശക്തിയുള്ള ബോണ്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കോവാലൻ്റ് ഇൻ നേച്ചർ. അതായത് ഇത് എങ്ങനെയുള്ളത്, ഒരു കോവാലൻ്റ് സഹസംയോജക ബന്ധനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നാച്ചുറൽ കണ്ടീഷൻസ്, അതായത് സാധാരണ കണ്ടീഷനുകളിൽ, സാധാരണ അവസ്ഥകളിൽ ഈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ മറ്റ് എലമെൻസുമായിട്ടോ കോമ്പൗണ്ടുകളുമായിട്ടോ ഒന്നും എന്ത് ചെയ്യില്ല, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ റിയാക്ട് ചെയ്യില്ല. ഓക്കെ, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ ട്രിപ്പിൾ ബോണ്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ നൈട്രജൻ ആറ്റംസ് അല്ലേ, അതായത് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ട്, ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് കോവാലൻ്റ് ഇൻ നേച്ചർ. അതായത് അത് ഏതവസ്ഥയിലാണുള്ളത്, കോവാലൻ്റ് നേച്ചറാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ റിയാക്റ്റീവ് ഇൻ നോർമൽ കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ അവസ്ഥകളിൽ എന്ത് ചെയ്യില്ല, ഒരു റിയാക്ഷൻ, അതായത് നിഷ്ക്രിയമാണ്. ഓക്കെ, ഇനേർട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിച്ച് ഗ്യാസ് ഹെൽപ്സ് കമ്പേഷൻ, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, ജ്വലനത്തിന് സഹായിക്കുന്നത്, അതായത് കമ്പേഷനെ ഹെൽപ്പ് ചെയ്യുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്, ഓക്സിജനാണ്. ഓക്കെ, ഇനി അതേപോലെ വിച്ച് ഗ്യാസ് ഹെൽപ്സ് ടു കൺട്രോൾ ദ റേറ്റ് ഓഫ് കമ്പേഷൻ, അതായത് ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്, അതാണ് നൈട്രജൻ. ഓക്കെ, അപ്പോൾ കമ്പേഷന് സഹായിക്കുന്ന വാതകം, അതായത് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനും, ജ്വലനത്തെ കൺട്രോൾ ചെയ്യാൻ, അതായത് കമ്പേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ്, നൈട്രജനുമാണ്. ഓക്കെ, അപ്പോൾ ഈ അന്തരീക്ഷ നൈട്രജൻ, അതായത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. ഓക്കെ, അത് രണ്ട് മെത്തേഡിലൂടെ, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് മെത്തേഡാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ത്രൂ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലിലൂടെ എത്തുന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് നൈട്രജൻ മോളിക്യൂൾസിൻ്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, തണ്ടറിൻ്റെയും ലൈറ്റ്നിങ്ങിൻ്റെയും സമയത്താണ്. അതായത് ഇടിമിന്നലിൻ്റെ ടൈമിലാണ് നൈട്രജൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ട് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നൈട്രജൻ എന്താകുന്നു, അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട്, അതായത് നൈട്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ്, അതായത് NO ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, N2+O2 gives 2NO. അതിനുശേഷം ഈ നൈട്രിക് ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ള കൂടുതൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് NO2 ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനുശേഷം ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജൻ്റെ പ്രസൻസിൽ റെയിൻ വാട്ടറുമായിട്ട്, അതായത് മഴവെള്ളവുമായിട്ട് കൂടിക്കലർന്നിട്ട്, ഓക്കെ, ഡിസോൾവ് ചെയ്തിട്ട്, അപ്പോൾ റെയിൻ വാട്ടറുമായിട്ട് നൈട്രജൻ ഡയോക്സൈഡ്, അതായത് NO2+2H2O+O2, അതായത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് കൂടിച്ചേരുന്നത്, എന്തായി മാറുന്നു, HNO3 നൈട്രിക് ആസിഡായിട്ട് മാറുന്നു.
നൈട്രിക് ആസിഡ് മണ്ണിനകത്തുള്ള മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താവുന്നു, നൈട്രേറ്റ് സാൾട്ടുകളായിട്ട് മാറുന്നു. ഓക്കെ, ഈ നൈട്രേറ്റ് സാൾട്ടുകളാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, അവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്, അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയുന്നു. അതായത് റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഓക്കെ, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ലെഗുമിനസ് പ്ലാന്റ്സ്, അതായത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫറിക് നൈട്രജന്, അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. അതായത് അത് എന്താണ്, പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ എന്താക്കി മാറ്റുന്നു, നൈട്രജൻ കോമ്പൗണ്ടുകളായിട്ട്, നൈട്രജൻ സംയുക്തങ്ങളാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഈ നൈട്രജൻ കോമ്പൗണ്ട്സ് പ്ലാന്റ്സ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കൂടാണ്ട് വാട്ട് ആർ ദ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ സപ്ലൈ ദ എലമെൻറ്റ്സ് റിക്വയർഡ് ഫോർ ദി പ്ലാന്റ് ഗ്രോത്ത് ഇൻ ലാർജ് എമൗണ്ട്സ്. അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ നമ്മൾ കൂടുതൽ അളവിൽ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, ഏതൊക്കെയാണ്, ബൈ യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതായത് ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട, ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട വസ്തുക്കളൊക്കെ കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ ബൈ യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവള പ്രയോഗം, അല്ലേ, രാസവളം ഉപയോഗിച്ചുകൊണ്ടും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ്, മൂലകങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കവിടെ രാസവളത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും പ്രത്യേകതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, രാസവളത്തിൻ്റെയും. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവവളം. അതിലൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹൃദമാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. രണ്ടാമത്തേത് മെയിൻറ്റെയിൻ ദ ഒറിജിനൽ നേച്ചർ ഓഫ് സോയിൽ, അതായത് മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നുണ്ട്. ദെൻ ഡിലേ ഇൻ മേക്കിംഗ് ദ ന്യൂട്രിയൻസ് അവൈലബിൾ, അതായത് പോഷകങ്ങൾ ലഭ്യമാകുന്നതിൽ കാലതാമസം ഉണ്ടാവും, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ദെൻ ഡു നോട്ട് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിൽ, അതായത് മണ്ണിൽ ഉള്ള സൂക്ഷ്മജീവികളുടെ നാശത്തിനൊന്നും കാരണമാകുന്നില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് മോർ ക്വാണ്ടിറ്റി ഈസ് റിക്വയർഡ്, കുറച്ച് അളവിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട്, ഒരുപാട് അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ടുകളൊക്കെ കുറച്ചധികമായിട്ട് കിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ, അതായത് മലിനീകരണ സാധ്യത കുറയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളം. ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്, അതായത് കൂടുതൽ വിളവ് ലഭിക്കുന്നു. ദെൻ ഈസിലി അവൈലബിൾ, ലഭ്യത കൂടുതലാണ്. ക്വിക്ക് സപ്ലൈ ഓഫ് ദി 3 ന്യൂട്രിയൻസ്, അതായത് 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. പോഷകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം പോലെയുള്ള ന്യൂട്രിയൻ സപ്ലൈ, അതായത് എന്താണ്, പോഷകങ്ങളുടെ എന്താണ് അവയുടെ ആവശ്യം, അതല്ലെങ്കിൽ പോഷകങ്ങൾ ലഭിക്കുന്നത് പെട്ടെന്നാക്കുന്നു. ഓക്കെ, ചേഞ്ച് ദ ഓർഗാനിക് സ്ട്രക്ചർ ഓഫ് സോയിൽ, അതായത് മണ്ണിൻ്റെ ജൈവഘടന, മണ്ണിനൊരു നാച്ചുറൽ ഒരു എന്താ ഉണ്ടാവുക, ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, മണ്ണിൻ്റെ ആ നാച്ചുറൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്നു. ദെൻ ഇൻക്രീസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ, മണ്ണിൻ്റെ അസിഡിറ്റി, ഓക്കെ, അമ്ലത കൂട്ടുന്നുണ്ട്. ദെൻ കോസ് പൊല്യൂഷൻ, അതായത് മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നൈട്രജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് കളർലെസ് ആണ്, നിറമില്ലാത്തതാണ്. ദെൻ ഓർഡർലെസ് ആണ്, മണമില്ലാത്തതാണ്. ദെൻ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ഈസ് വെരി ലോ, അതായത് ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലയിക്കുന്നുള്ളൂ. ദെൻ ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ, അതായത് ദ്രവീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാതകമാണ് ഇതെന്ന് പറയുന്നത്, നൈട്രജൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നൈട്രജൻ്റെ യൂസസ്, ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാം. ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് ഇതെന്ന് പറയുന്നത്, നൈട്രജൻ എന്ന് പറയുന്നത്. ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ലിക്വിഫൈഡ് നൈട്രജൻ ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറൻറ്റ്, അതായത് ദ്രവീകരിച്ച നൈട്രജനെ റെഫ്രിജറൻ്റായിട്ട്, ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടു ഇൻഫ്ലേറ്റ് ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്, നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. ടു അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഫുഡ് പാക്കറ്റ്സ്, അതായത് ആഹാര പാക്കറ്റുകളിലെ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, നൈട്രജൻ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോൺ മെറ്റലാണ് ഓക്സിജൻ. ഓക്കെ,
ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അതായത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂലകമാണ് ഇതെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഈസ് നോൺ ആസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ്, അതായത് പ്രാണവായു എന്നറിയപ്പെടുന്നതാണ് ഓക്സിജൻ. ഓക്കെ, വിച്ച് ഈസ് ഇൻഎവിറ്റബിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. അതായത് ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള, അതായത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഇതെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഈസ് ഫൗണ്ട് ഇൻ ഫ്രീ ഓർ കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, എയർ, വാട്ടർ, മിനറൽസ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. അതായത് ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റിലോ, ഫ്രീ ആയിട്ടുള്ള, അതായത് എന്താണ്, സ്വതന്ത്ര അവസ്ഥയിലോ, അതേപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റേറ്റ്, സംയുക്താവസ്ഥയിലോ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? അന്തരീക്ഷവായു, ജലത്തിൽ കാണുന്നുണ്ട്, ധാതുക്കളിൽ അതായത് മിനറൽസിൽ കാണപ്പെടുന്നുണ്ട്, അതേപോലെ ലിവിങ് ഓർഗാനിസംസ്, ജീവജാലങ്ങളിൽ ഒക്കെ ഓക്സിജൻ എലമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഫ്രീ സ്റ്റേറ്റിൽ സ്വതന്ത്രാവസ്ഥയിലോ, അല്ലെങ്കിൽ എന്താണ്, ഓക്സിജൻ കോമ്പൗണ്ടുകളായിട്ടോ ഒക്കെ കാണപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദി ലബോറട്ടറി, അതായത് പരീക്ഷണശാലയിലെ ഓക്സിജൻ നിർമ്മാണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊരു ഫിഗർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ട് വിച്ച് ഈസ് ദ റിയാക്റ്റൻറ്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ, അപ്പോൾ ഈ രാസപ്രവർത്തനത്തിലെ അഭികാരകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ വഴിയൊന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ബോയിലിംഗ് ട്യൂബിൽ എന്തെടുത്തിട്ടുണ്ട്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെന്ത് ചെയ്തു? ചൂടാക്കി അല്ലേ. ചൂടാക്കുകയാണ്. ചൂടാക്കുന്ന സമയത്ത് അവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കും അല്ലേ. ആ ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ, വിഘടനത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ വാതകം എന്ത് ചെയ്യും? ആ ബോയിലിംഗ് ട്യൂബിൽ നിന്ന്, അതായത് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ വായിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് വരുന്ന വാതകം അല്ലെങ്കിൽ ഔട്ട്സൈഡിലേക്ക് വരുന്ന ഗ്യാസ് ഓക്സിജൻ ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇൻസേർട്ട് എ മാച്ച് സ്റ്റിക്ക്, ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. അപ്പം എന്ത് ചെയ്യുക? ആ ബോയിലിംഗ് ട്യൂബിലേക്ക് ഒരു എരിയുന്ന തീപ്പെട്ടി കടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? മാച്ച് സ്റ്റിക്ക് ഫ്ലെയേഴ്സ് അപ്പ് അല്ലേ. മാച്ച് സ്റ്റിക്ക് എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? തീപ്പെട്ടി എന്തായിട്ട് കാണാം? ആളിക്കത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഹെൽപ്സ് ഇൻ കമ്പഷൻ, അതായത് ഓക്സിജൻ എന്താണ്? ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, രാസസൂത്രം തന്നിട്ടുണ്ട്, നോക്കാം. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നു അല്ലേ, താപം നൽകുന്നു. ആ സമയത്ത് എന്തായിട്ട് മാറുന്നു? പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് O2. ഇനി അവിടെ ഒരു ടേബിളിൽ നമ്മൾക്ക് ഓക്സിജൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓക്സിജൻ കളറുള്ള വാതകമാണ് ഓക്സിജൻ? നോ അല്ലേ, കളർലെസ് ആണ്. ദെൻ ഓർഡർലെസ് ആണ് ഓക്സിജൻ കളർലെസ് ആണ്, നിറമില്ലാത്ത, അതേപോലെ എന്താണ്, സ്മെല്ലില്ലാത്ത, ഓർഡർലെസ് മണമില്ലാത്ത, അതേപോലെ തന്നെ വാട്ടറിൽ സൊല്യൂബിലിറ്റി, ഇറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, ജലത്തിൽ ലയിക്കുന്ന, എന്താണ്, ഹെൽപ്സ് ടു ബേൺ, അതായത് കമ്പേഷന് സഹായിക്കുന്ന, ഓക്കെ, ഹെൽപ്സ് ഇൻ കമ്പേഷൻ, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഇത് എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്സിജൻ അല്ലാണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഓക്സിജൻ മാനുഫാക്ചർ ചെയ്യുന്നത് ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറാണ്, ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങളാണ്. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, വാട്ടറിൽ സൊല്യൂബിൾ ആണ്, ദെൻ ഹെൽപ്സ് ഇൻ കമ്പേഷൻ, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ്. ഓക്കെ, ഇനി ഓക്സിജൻ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലാതെ ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2H2O. ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് H2+O2, അതായത് ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് രാസസവിശേഷതകൾ, പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്സ്. അതായത് ഓക്സിജൻ മെറ്റൽസുമായിട്ടും നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അവയുടെ ഓക്സൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ മെറ്റൽസിന്, പുതിയ ലോഹങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പുതിയ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെസ്റ്റർ, അതിൻ്റെ ഒരു തിളക്കം കുറച്ച് നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതായത് ഇരുമ്പിൻ്റെ ആണിയൊക്കെ പുതിയത് കൊണ്ടുവന്ന പോലെയുള്ള തിളക്കമായിരിക്കുമോ പിന്നീട്? ആയിരിക്കില്ല അല്ലേ. അതിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ്? അതായത് തുരുമ്പെടുക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ
റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, അതായത് ഈ പറയുന്ന ലോഹം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, തുരുമ്പുണ്ടാവുന്നത്, തുരുമ്പിക്കുന്നത്. ഇരുമ്പൊക്കെ തുരുമ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇരുമ്പൊക്കെ തുരുമ്പിക്കുന്നത്. അതേപോലെ നോൺ മെറ്റൽസ് ആയിട്ടുള്ള കാർബണും ഹൈഡ്രജനുമായിട്ടൊക്കെ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ, കാർബണുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതേപോലെ ഹൈഡ്രജനുമായിട്ടാണ് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, വാട്ടറാണ്. നെക്സ്റ്റ് ഓക്സിജൻ്റെ യൂസസ് ആണ്. ഒന്നാമത്തേത് ഹെൽപ്സ് ഇൻ കമ്പേഷൻ, അതായത് ജ്വലനത്തിന് സഹായിക്കുന്നു. ദെൻ ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്, അതായത് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതായത് എന്താണ്, കൃത്രിമ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഓക്സി അസിറ്റിലീൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിങ്, അതായത് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഓക്സി അസിറ്റിലീൻ ജ്വാലയാണ്. ഓക്കെ, നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്, ദ്വയാറ്റോമിക് തന്മാത്രയാണ് അല്ലേ? പക്ഷേ ഓസോൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു മോളിക്യൂളാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ, അതായത് 3 ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് ഓസോൺ. ഓക്കെ, കൂടുതലായിട്ടും കാണപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ്. ഓക്കെ, അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് എന്ത് കാണപ്പെടുന്നത്, ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഓസോൺ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫറിക് ഓക്സിജൻ അബ്സോർബ്സ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിങ് ഹൈ എനർജി ആൻഡ് ഡീകമ്പോസസ് ഇൻറ്റു ഓക്സിജൻ ആറ്റംസ്. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ മോളിക്യൂൾസ്, O2 മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, UV റേഡിയേഷൻസിനെ, അൾട്രാവയലറ്റ് റേഡിയേഷനുകളെ ആഗിരണം ചെയ്തുകൊണ്ട്, അതായത് അവയെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തുകൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്നു. അതായത് എന്തായിട്ട് മാറുന്നു, ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദീസ് ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ മോളിക്യൂൾസ് ടു ഫോം ഓസോൺ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ മോളിക്യൂളുമായിട്ട് O2 കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറുന്നു, O3 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. O2 യുവിൻ്റെ പ്രസൻസിൽ, അൾട്രാവയലറ്റ് റേസിൻ്റെ പ്രസൻസിൽ 2 ഓക്സിജൻ ആയിട്ട് മാറുന്നു, 2 ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ ആറ്റംസ് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, O2 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓസോണായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ഓസോൺ അബ്സോർബ്സ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിങ് ലോ എനർജി ടു ഫോം ഓക്സിജൻ അഗെയിൻ. അതായത് ഊർജ്ജം കുറഞ്ഞ അൾട്രാവയലറ്റ് രശ്മികളെ വീണ്ടും ആഗിരണം ചെയ്തുകൊണ്ട് ഓസോൺ വീണ്ടും എന്തായിട്ട് മാറുന്നു, ഓക്സിജനായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഓക്കെ, ഒരു ചക്രീയ പ്രവർത്തനമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള ഓസോണിൻ്റെ അളവ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അതായത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. ഓക്കെ, ദ എനർജി ഓഫ് ദീസ് പ്രോസസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി UV റേഡിയേഷൻസ് ഫ്രം ദി സൺ. അപ്പോൾ ഇതിനുള്ള എനർജി ലഭിക്കുന്നത് എവിടെ നിന്നാണ്, സണ്ണിൽ നിന്ന് ലഭിക്കുന്ന UV റേഡിയേഷനിൽ നിന്നതാണ്. ഓക്കെ, സച്ച് ഹാർംഫുൾ റേഡിയേഷൻ ഡസൻ റീച്ച് ദ എർത്ത് എക്സസീവ്ലി. അതുകൊണ്ട് തന്നെ, അതായത് ഓസോൺ ലെയർ അവിടെ ഉള്ളതുകൊണ്ട് UV റേസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തുകൊണ്ട് ഓസോൺ ആവുകയും ഓസോൺ തിരിച്ച് ഓക്സിജൻ ആവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സൈക്ലിക് പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ട് ഇത്തരം എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള, അതായത് മാരകമായിട്ടുള്ള റേഡിയേഷനുകൾ എവിടെ എത്തുന്നില്ല, എർത്തിലെത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓസോണിനെ നമ്മൾ എന്താ പറയാറ്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓസോൺ മുന്നേ കേട്ടിട്ടുള്ളതാണ്, അതേപോലെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ ശോഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണവും നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ, CFC. ഓക്കെ, ഇറ്റ് കോസസ് ദി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, അതായത് ഓസോൺ ലെയറിൻ്റെ ശോഷണത്തിന് കാരണമായ ഒരു വാതകം അല്ലെങ്കിൽ കാരണമാകുന്ന ഒരു വാതകമാണ് ഇതെന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, which mix with the atmosphere, reach the stratosphere and undergo self-dissociation to form chlorine. അതായത് ഈ ക്ലോറോഫ്ലൂറോ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് എവിടെ എത്തുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. ഓക്കെ, അതിനുശേഷം സ്വന്തമായിട്ടത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, അതായത് ക്ലോറോഫ്ലൂറോ കാർബൺ ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് ക്ലോറിൻ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ദിസ് ക്ലോറിൻ ഡീകമ്പോസസ് ദി ഓസോൺ മോളിക്യൂൾ ഇൻറ്റു ഓക്സിജൻ. അതായത് ഈ ക്ലോറിൻ ഓസോണിലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, വിഘടിപ്പിക്കുന്നു. ഓക്കെ, ദിസ് ഡിസ്റ്റർബ്സ് ദ ഇക്വിലിബ്രിയം ഓഫ് ഓക്സിജൻ സൈക്ലിക് പ്രോസസ്സ്. അതായത് ഈ ക്ലോറിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓസോൺ ഓക്സിജൻ സൈക്കിളിൻ്റെ ആ ചാക്രീയ പ്രവർത്തനത്തിന് ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നു.
ഓക്കെ, ദ ഡിപ്ലീഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓസോൺ റെഡ്യൂസസ് ദി അബ്സോർപ്ഷൻ ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അപ്പോൾ ഇതെന്ത് കോസ് ചെയ്യുന്നു? യു വി റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് യു വി റേഡിയേഷൻസ് എവിടെ എത്തുന്നു? എർത്തിലേക്ക് എത്തുന്നു. അത് നമ്മൾക്കൊക്കെ എന്താണ്? ദോഷകരമാണ്.